പ്രവാസി ഇന്ത്യക്കാർക്ക് ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ നാട്ടിലെത്തണം. ലോക്സഭ പാസാക്കിയെങ്കിലും പ്രോക്സി വോട്ട് ബിൽ രാജ്യസഭയിൽ കൊണ്ടുവരാനോ ഓർഡിനൻസ് പുറത്തിറക്കാനോ കേന്ദ്രം തയ്യാറാകാതിരുന്നതാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായത്. പ്രവാസികൾക്ക് വോട്ടവകാശം അനുവദിച്ച് 2010-ൽ രണ്ടാം UPA സർക്കാരാണ് ജനപ്രാതിനിധ്യ നിയമ ഭേദഗതി പാസാക്കിയതെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്നാണ് ഡോക്ടർ സംഷീർ വയലിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത്. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം പരിഗണിക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചതായിരുന്നു. ഒടുവിൽ പ്രോക്സി വോട്ട് അനുവദിക്കുന്ന ബിൽ ഓഗസ്റ്റ് 6-നാണ് ലോക്സഭ പാസാക്കുന്നത്. ലാപ്സായ മറ്റു പല ബില്ലുകളും ഓർഡിനൻസ് രൂപത്തിൽ കൊണ്ടുവന്ന കേന്ദ്രം ഇക്കാര്യത്തിൽ പക്ഷേ തണുത്ത നിലപാടാണ് കൈക്കൊണ്ടത്. ആസാം പൗരത്വ ബില്ല്, സാമ്പത്തിക സംവരണ ബില്ല്, മുത്തലാഖ് ബില്ല് ഇതൊക്കെ തന്നെ ധൃതി പിടിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോഴും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമൂഹത്തെ തെരഞ്ഞെടുപ്പിന് വെളിയിൽ നിർത്തിക്കൊണ്ടുള്ള ഈ തീരുമാനം എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണെന്ന് വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിന്റെ സങ്കടം തന്നെയാണ് പരദേശികളും പങ്കുവയ്ക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്കൊരു വോട്ട് ചെയ്യാൻ പറ്റിയില്ല. നാട്ടിൽ പോയാൽ തന്നെ അതിനുള്ള സംവിധാനമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. வெளிநாட்டில் ஆளுகளுக்கு எல்லாருக்குமே ஓட்டு உரிமை கண்டிப்பாக வேணும். இதனால் எங்களுக்கு பல காரியங்கள் இதுக்கு வேண்டியிருக்கு. அதனால் கண்டிப்பாக வெளிநாட்டில் உள்ளவர்களாம் ஓட்டு உரிமை கொடுக்குறது அரசாங்கம் ரொம்ப நல்லது. രാഷ്ട്രീയ ഭരണ സംവിധാനത്തിന്റെ പ്രവാസി വിരുദ്ധ സമീപനത്തിന്റെ തുടർച്ച തന്നെയാണിതും. പ്രവാസ ലോകത്തിരുന്നു തന്നെ നാട്ടിലെ ജനായത്ത പ്രക്രിയയിൽ ഭാഗഭാക്കാകാൻ സാധിക്കുക. പ്രവാസികളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. MCA നാസർ, മീഡിയ 1, ദുബൈ.